പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 9ാം ക്ലാസ്സിലെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. 4 years ago റഹീംസ് ഏജ് വാസ് 3 times the age of Ramu. After 2 years this would become 2 times. What are their ages now? അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രായം നമ്മൾ കൊടുക്കുകയാണ്. സോ ലെറ്റ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് രാമു ബി എക്സ് ആൻഡ് റഹീം ബി വൈ. രാമു നമ്മൾ എക്സ് എന്ന് കൊടുത്തു, റഹീമിന് വൈ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് 2 ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കും. അതാണ് പ്രധാനപ്പെട്ടത്. 4 years ago റഹീംസ് ഏജ് വാസ് 3 times ദ ഏജ് ഓഫ് രാമൂസ് ഏജ് അല്ലേ. ഇപ്പോൾ റഹീമിൻ്റെ ഏജ് നമ്മൾ എന്താണ് വൈ ആയിട്ടാണ് എടുത്തത്. 4 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ അത് വൈ -4 ആണ് അല്ലേ. റഹീമിൻ്റെ ഏജ് ഇപ്പോഴത്തെ ഏജ് വൈ ആണ്. 4 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ അത് വൈ -4 ആയിട്ട് മാറും. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏജ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 times ദ ഏജ് ഓഫ് രാമു. 3 times ദ ഏജ് ഓഫ് രാമു. ഇപ്പോൾ രാമുവിൻ്റെ ഏജ് എത്രയാണ്? രാമുവിൻ്റെ പ്രസൻറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ 4 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ രാമുവിൻ്റെ ഏജ് എത്രയായിരുന്നിരിക്കാം? എക്സ് -4 ആണ്. അപ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങാണ്. അതാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയത്. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. നോക്കുക, y -4 ഈസ് ഈക്വൽ ടു ഈ 3 കൊണ്ട് ഈ 2 സംഖ്യയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 × എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 3x ആയിട്ട് മാറും. 3 കൊണ്ട് -4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് -12 ആയിട്ട് മാറും. ഓക്കെ, സൗകര്യത്തിന് ഇത് കണ്ട y -4 ഈസ് ഈക്വൽ ടു 3x -12 എന്ന് കിട്ടില്ലേ. സൗകര്യത്തിൽ ഇതിനെ ഞാൻ ആദ്യം എഴുതുകയാണ്. അതായത് 3x -12 ഈസ് ഈക്വൽ ടു y -4. ഇവിടെ നമ്മൾ യാതൊരു മാറ്റവും വരുത്തില്ല. ആദ്യം എഴുതിയത് നമ്മൾ രണ്ടാമത് എഴുതിയിരുന്ന 3x -12നെ ഞാനിവിടെ ആദ്യം എഴുതി സമവിട്ടു. ആദ്യം എഴുതിയിരുന്ന y -4നെ രണ്ടാമത് എഴുതി. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സിനെ നേരിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 3x അല്ലേ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഞാൻ ഈ 3x ഞാനിവിടെ എഴുതി. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നിട്ട് ഇത് സമത്തിൻ്റെ ഇവിടെ അത് ഇത് റൈറ്റ് സൈഡാണ്, ഇത് ലെഫ്റ്റ് സൈഡാണ്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടന്നിരിക്കുന്ന വൈനെ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഈ വൈ എന്ന് പറഞ്ഞാൽ +y ആണ്. ഞാൻ ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ഈ വൈ -y ആയിട്ട് മാറും, ചിഹ്നം മാറും. ഈ ഈക്വൽ സൈൻ ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇത് കണ്ടല്ലോ, ഈ -4 കണ്ടല്ലോ. അവിടെ ഞാൻ ഒരു വ്യത്യാസം വരുത്തുന്നില്ല. ഞാൻ ആ -4 അതിലെ തന്നെ എഴുതുകയാണ്. ഓക്കെ, ഇവിടെ ഒരു -12 നമ്മൾ എടുക്കാത്ത ഒരു -12 ആ 12നെ ഞാൻ ഈ സമത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഓൾറെഡി ഇത് -12 ആണ്. സമത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? +12 ആയിട്ട് മാറും. അത്രയും ക്ലിയർ അല്ലേ? അല്പം കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇത് 3x അല്ലേ. 3x -y ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക, -4ഉം 12ഉം കൂടെ കൂട്ടണം അല്ലേ. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് 2 സൈനുകളാണ്. ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും അല്ലേ. 2 തരം സൈനുകളാണെങ്കിൽ എപ്പോഴും നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വലുതിൽ നിന്ന് ചെറുതാണ് കുറക്കുന്നത്. അപ്പോൾ 12ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 8 കിട്ടും. അതൊക്കെ അല്ലേ. ഇനി ഇവിടെ ചെറിയ നമ്പറിൻ്റെ സൈൻ -ആണ്, വലിയ നമ്പറിൻ്റെ സൈൻ +ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ നമ്മൾ എപ്പോഴും വലിയ നമ്പറിൻ്റെ സൈനാണ് എടുക്കുന്നത്. വലിയ നമ്പറിൻ്റെ സൈൻ + അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? ഇത് +8 ആയിരിക്കും. +8 എന്ന് എഴുതേണ്ട കാര്യമില്ലല്ലോ. 8 എന്ന് എഴുതിയാൽ അത് ഓൾറെഡി +ആണ്. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. 3x - y ഈസ് ഈക്വൽ ടു 8. നമുക്കിതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? നമുക്കിത് രണ്ടാമത്തെ കാര്യം നോക്കാം. ആഫ്റ്റർ 2 years അല്ലേ. ആഫ്റ്റർ 2 years എന്താണ്? ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ y -4 എന്ന് പറഞ്ഞു. ആഫ്റ്റർ 2 years ആണെങ്കിൽ അതെന്തായിട്ട് മാറും? റഹീമിൻ്റെ ഏജ് y +4 ആവും അല്ലേ. എപ്പോഴും ആഫ്റ്റർ ആണെങ്കിൽ y +4 അല്ല. എത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 2 years അല്ലേ. y +2 അല്ലേ. y +2. അപ്പോൾ ആഫ്റ്റർ എപ്പോഴും പ്ലസ് ആയിരിക്കും. അപ്പോൾ പ്രസൻറ്റേജ് y ആണ്. 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞതുകൊണ്ട് y +2 എന്ന് എഴുതി. അതെന്തായിട്ട് മാറും? രാമുവിൻ്റെ ഏജ് അപ്പോൾ എന്തായിരിക്കും? x +2 ആയിരിക്കും. പ്രസൻറ്റേജ് x ആണ്.
2 വർഷം കഴിയുമ്പോൾ അത് x+2 ആയിട്ട് മാറും. എത്ര ടൈംസ് ആണെന്നാണ് പറഞ്ഞത്? ദിസ് വുഡ് ബിക്കം 2 ടൈംസ്, 2 മടങ്ങായിട്ട് മാറും. അതായത് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 2 മടങ്ങായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം, y+2 ഈസ് ഈക്വൽ ടു ഈ 2വിനെ നമ്മൾ ഉള്ളിലോട്ട് 2വിനെ ഈ 2x+2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ 2x എന്ന് കിട്ടും. പിന്നെ 2 കൊണ്ട് 2വിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും അല്ലേ. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിതിനൊന്ന് മാറ്റി എഴുതുകയാണ്. അതായത് ഈ 2x+4നെ ഞാനൊന്ന് ആദ്യം എഴുതി, കണ്ടോ നിങ്ങൾ, ഈസ് ഈക്വൽ ടു y+2വിനെ രണ്ടാമത് എഴുതി. അങ്ങനെ എഴുതുന്നതിൽ കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ 2x ആണ് ഞാനിവിടെ എഴുതുന്നത്, 2x എഴുതി. ഈ y കണ്ടോ, ഇതിന് ഞാൻ ഈ സമത്തിൻ്റെ ഇത് റൈറ്റ് സൈഡിലാണ്, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ +y എന്നുള്ളത് എന്ത് y ആയിട്ട് മാറും? -y ആയിട്ട് മാറും. ഓർത്തിരിക്കുക, സമം എഴുതി. ഇപ്പോൾ y നമ്മൾ എടുത്തല്ലോ, ഇനി 2 അല്ലേ ഉള്ളൂ, ആ 2 നമ്മൾ എഴുതി. +2വിന് പകരം നമ്മൾ വെറും 2 എഴുതിയാൽ മതി. വെറും 2 എഴുതിയാൽ അത് +2 ആണ്. കഴിഞ്ഞ് ഇവിടെ ഒരു +4 ഉണ്ടല്ലോ, നമ്മൾ എടുത്തിട്ടില്ലല്ലോ. അത് ഈ സമത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ +4 എന്നുള്ളത് എന്തായിട്ട് മാറും? -4 ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ 2x - y എന്ന് പറയുന്നത് -2 ആണ് എന്ന് പറയാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഇക്വേഷൻസ് ഒന്നുകൂടെ എടുത്തെഴുതുകയാണ്. 3x - y ഈസ് ഈക്വൽ ടു 8 ഇക്വേഷൻ 1, 2x - y ഈസ് ഈക്വൽ ടു -2 ഇക്വേഷൻ 2. ഇനി നിങ്ങൾ നോക്കുക, ഇതും മൈനസാണ്, ഇതും മൈനസാണ്, രണ്ടും ഇവിടെയും ഉണ്ട് y, ഇവിടെയും ഉണ്ട് y. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരേ സൈൻ ആണെങ്കിൽ നമ്മളെപ്പോഴും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ടും പ്ലസ് ആണെങ്കിൽ നമ്മൾ കുറക്കും, ഇവിടെ രണ്ടും മൈനസ് ആണെങ്കിൽ നമ്മൾ കുറക്കും. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ഇത് മൈനസും ഇത് പ്ലസ്സും ആണെങ്കിൽ നമ്മളെപ്പോഴും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ 2 ഇക്വേഷനിലും 2 സൈൻ, അതായത് ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആണെങ്കിൽ നമ്മളെപ്പോഴും കൂട്ടണം, ഇവിടെ മൈനസും ഇവിടെ മൈനസാണെങ്കിൽ നമ്മളെപ്പോഴും കുറക്കും, ഇവിടെ പ്ലസ്സും ഇവിടെ പ്ലസ്സും ആണെങ്കിൽ നമ്മളെപ്പോഴും കുറക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ എക്സിനെയോ വൈനെയോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമുക്കിവിടെ ഒന്നുകിൽ എക്സ് ഉള്ള ഒരു ഇക്വേഷൻ കിട്ടണം, അല്ലെങ്കിൽ വൈ ഉള്ള ഒരു ഇക്വേഷൻ കിട്ടണം. ഓക്കെ, നമ്മൾ വൈയെ ഒന്ന് കളയാൻ വേണ്ടി, വൈയെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2 നമ്മൾ കുറക്കും. പറയുന്നത് മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് കുറക്കാം. ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. 1ൽ നിന്നും 2 കുറക്കാൻ പോയാൽ ഇവിടെ 3x ആണ്, ഇവിടെ 2x. 3xൽ നിന്ന് 2x കുറച്ചാൽ x, ഒരു x അല്ലേ, നമുക്ക് x എന്ന് എഴുതാം. ഇത് നോക്കാം, ഇത് -y, ഇത് -y. ഇവിടെ ഞാനൊന്ന് എഴുതി വെക്കാം, നോക്കാം, -y, ഇതാണ് -y. കുറക്കണം, കുറക്കുന്നതിന് ചിഹ്നം മൈനസ് അല്ലേ, ഏതാണ് കുറയ്ക്കേണ്ടത്? -y ആണ് കുറയ്ക്കേണ്ടത്. ഇങ്ങനെ എഴുതി ചെയ്യുമ്പോൾ ഇത്ര എളുപ്പമാകും. നോക്കുക, ഇത് -y ആണ്, ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായിട്ട് മാറും? 2 മൈനസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ -y +y എന്ന് കിട്ടും. നോക്കുക, ഇവിടെ ഒന്ന് മൈനസാണ്, ഒന്ന് പ്ലസ് ആണ്. 2 തരം സൈൻ ആണെങ്കിൽ നമ്മളെപ്പോഴും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈയിൽ നിന്നും ഈ ഒരു വൈയിൽ നിന്നും ഈ ഒരു വൈ കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? y കിട്ടുമോ? നമുക്ക് 0 ആണ് കിട്ടുന്നത് അല്ലേ. അതായത് -y +y എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ +0 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നോക്കാം, 8ൽ നിന്ന് -2 കുറക്കണ്ടേ, അത് ഞാനിവിടെ നിന്ന് എഴുതാം. 8ൽ നിന്നും മൈനസ് ചെയ്യണം, കുറക്കണം. ആരെ കുറക്കണം? -2നെ കുറക്കണം. 8ൽ നിന്നും കുറക്കണം -2നെ. ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ 8 എഴുതി, ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോഴത് പ്ലസ് ആയിട്ട് മാറും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, 2 മൈനസുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ഈ 2 എഴുതി. 8 + 2 എത്ര കിട്ടി? 8 + 2 10 കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 8 - -2 എന്ന് പറയുന്നത് 10 ആണ്. എന്ത് കിട്ടി? x + 0 = 8. x + 0 എന്ന് പറഞ്ഞാൽ x തന്നെയല്ലേ. അപ്പോൾ x = 10 എന്ന് കിട്ടി. അപ്പോൾ ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 10 കിട്ടി. നിങ്ങൾ നോക്കുക, അടുത്തത് എക്സ് എന്ന് പറയുന്ന ആരാണ് നോക്കേണ്ടത്? എക്സ് എന്ന് പറയുന്ന ആരാണ്? എക്സ് എന്ന് പറയുന്നത് ആരാണ്? രാമു ആണ്. അപ്പോൾ രാമുവിൻ്റെ ഏജ് 10 എന്ന് കിട്ടി. ഓക്കെ അല്ലേ?
നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്കിനി ഇനി റഹീമിൻ്റെ ഏജല്ലേ കാണേണ്ടത്. അത് നമുക്ക് ഇക്വേഷൻ 2 ഒന്ന് ഇട്ട് കൊടുത്താൽ എക്സിൻ്റെ വില ഇക്വേഷൻ 1 നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ 1 നമുക്കൊന്ന് എടുത്തെഴുതിയാലോ. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? 3x മൈനസ് y = 8 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സിൻ്റെ വില എക്സിൻ്റെ വില നമുക്ക് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, 3x എന്ന് പറയുന്നത് 3 × x ആണ്. 3 × എക്സിൻ്റെ വില 10 കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് 3 × 10 എഴുതാം. മൈനസ് y = 8 എന്ന് കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം 30 മൈനസ് y = 8 എന്ന് കിട്ടി. നമുക്ക് നമ്പറുകളെ ഇനി നോക്കണ്ടേ. ഞാൻ ഈ 30 ഇവിടെ എഴുതുകയാണ്. 30 എഴുതി, കണ്ടല്ലോ. ഇത് 8 ഞാൻ ഈ നമ്പറുകൾ ഒരുമിച്ച് എഴുതാൻ പോയി. 30 ഇവിടെ എഴുതി. 8നെ ഞാൻ ഈ സമത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ഇത് റൈറ്റ് ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ഇത് +8 ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് -8 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഞാൻ ഇത് ഈക്വൽ സൈൻ ഇട്ടു. ഇത് ഇവിടെ ഒരു -y ഉണ്ടല്ലോ. ഈ -y ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. -y റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +y ആകത്തില്ലേ? ക്ലിയർ അല്ലേ? 30 - 8 എന്ന് പറയുന്നത് 22 അല്ലേ? 22 = y എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം y = 22. കിട്ടിയല്ലോ. അപ്പോൾ y എന്ന് പറയുന്നത് ആരുടെ ഏജാണ് ഒന്ന് നോക്കിക്കണ്ടേ. y എന്ന് പറയുന്നത് ആരുടെ ഏജാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? റഹീമിൻ്റെ ഏജ് അല്ലേ y ആണ്. പിന്നെ രാമുവിൻ്റെ ഏജ് x ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കിട്ടിയല്ലോ. എന്ത് പറഞ്ഞു? റഹീം എന്നൊക്കെ പറയാം. രാമൂസ് ഏജ് അല്ലേ. രാമൂസ് ഏജ് നമുക്ക് കിട്ടി. എത്രയാണ്? 10 ആണ്. = 10. ഇനി റഹീംസിൻ്റെ ഏജ് പ്രസൻറ്റേജ് ആണ് ഈ പറയുന്നത്. റഹീംസിൻ്റെ ഏജ് എത്രയാണ് നമുക്ക് കിട്ടിയല്ലോ? എത്രയാണ്? 22. ഇപ്പോൾ രാമുവിൻ്റെ ഏജ് നമുക്ക് കിട്ടി, റഹീമിൻ്റെ ഏജ് കിട്ടി. ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കേ.